തകിടിയിൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വൈശാഖ മാസത്തിലെ അക്ഷയ തൃതീയ നാൾ മുതൽ 8 ദിവസം മാത്രം അഷ്ടലക്ഷ്മി ഭാവത്തിൽ സർവ്വജഗത്രയങ്ങൾക്കും നാഥനായ ശ്രീ മഹാവിഷ്ണുവിനോടൊപ്പം അഷ്ട ഐശ്വര്യപ്രദായിനിയായ ശ്രീ മഹാലക്ഷ്മി ദേവി ഭക്തർക്ക് ദർശനം നൽകുന്ന ഒരു അപൂർവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ആലുവയിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അടുവാശ്ശേരി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് കേരളത്തിലെ തന്നെ അതിപുരാതനമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ വാസുദേവപുരം മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉഗ്രപ്രതാപിയായ പരശുരാമ മഹർഷിയാൽ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയ ഈ ക്ഷേത്രത്തിൽ മറ്റു ഇതര വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തതയാർന്ന പ്രതിഷ്ഠയാണുള്ളത്. ശ്രീ മഹാലക്ഷ്മി ദേവിയെ ആലിംഗനം ചെയ്യാൻ ഉദ്യുക്തനായ പ്രസന്നവദനനായ ശ്രീ മഹാവിഷ്ണു സങ്കല്പത്തിലാണ് പരശുരാമനാൽ ഇവിടെ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. സർവജഗത്രയങ്ങൾക്കും നാഥനായ ഭഗവാൻ ചതുർബാഹു രൂപത്തിൽ മഹാവിഷ്ണുവായാണ് ശ്രീ വാസുദേവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വാസുദേവപുരത്തപ്പനായി കുടികൊള്ളുന്നത്. അഷ്ടലക്ഷ്മി ഭാവത്തിൽ അഷ്ടൈശ്വര്യപ്രദായിനിയായ ശ്രീ മഹാലക്ഷ്മി ദേവിയെ ആലിംഗനം ചെയ്യുവാൻ ഉദ്യുക്തനായ സർവലോകൈകനാഥനായ ശ്രീ മഹാവിഷ്ണു സങ്കല്പത്തിൽ ഭാർഗവരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട വാസുദേവപുരത്തപ്പനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം സാധാരണ ദിവസങ്ങളിൽ അദൃശ്യമാണ്. അക്ഷയ തൃതീയ നാൾ മുതൽ 8 ദിവസം മാത്രമാണ് അഷ്ടലക്ഷ്മി ഭാവത്തിൽ ശ്രീ വാസുദേവപുരത്തപ്പൻ്റെ വാമഭാഗത്തായി ശ്രീ മഹാലക്ഷ്മി ദേവി ഭക്തർക്ക് ദർശനം നൽകുന്നത്. മറ്റു ദിവസങ്ങളിൽ ശ്രീ മഹാലക്ഷ്മി ദേവി ഭഗവത് പരിചരണത്തിൽ മുഴുകിയിരിക്കുന്നു എന്നതാണ് വിശ്വാസം. പ്രധാന പ്രതിഷ്ഠ കൂടാതെ ഉപദേവതകളായി 4 അമ്പലത്തിനകത്ത് കന്നിമൂലയിലായി സർവ്വവിഘ്നങ്ങളും അകറ്റി ഭക്തരെ അനുഗ്രഹിക്കുന്നതിനായി വിഘ്നേശ്വരനായ ശ്രീ മഹാഗണപതി കുടികൊള്ളുന്നു. ഒറ്റയപ്പമാണ് ഭഗവാന്റെ ഇവിടുത്തെ പ്രധാന വഴിപാട്. 101 മുക്കുറ്റിപ്പൂവുകൾ കൊണ്ട് അർച്ചന നടത്തുന്ന ഏകാധിക ശത പുഷ്പാഞ്ജലിയും വളരെ പ്രധാനമാണ്. വലിയമ്പലത്തിൻ്റെ വടക്കുകിഴക്കേ ഭാഗത്തായി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകാരകനായ ശ്രീ ഭാർഗവരാമൻ പരശുരാമൻ്റെ സാന്നിധ്യവുമുണ്ട്. വടക്കേ വലിയമ്പലത്തിൻ്റെ മധ്യഭാഗത്തായി ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ അപൂർവ ചാരുതയാർന്ന ദാരുശില്പം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ വിഗ്രഹം ഈയിടെയാണ് കേടുപാടുകൾ തീർത്ത് അഷ്ടമംഗല്യ പ്രശ്ന വിധിപ്രകാരം പുനഃപ്രതിഷ്ഠിച്ചത്. ക്ഷേത്രത്തിന് പുറത്ത് ധർമ്മശാസ്താവിൻ്റെയും വനദുർഗയുടെയും നാഗരാജാവ്, നാഗയക്ഷി, ആദിശേഷൻ, ബ്രഹ്മരക്ഷസ് എന്നിവരുടെ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ധർമ്മശാസ്താവിന് നീരാഞ്ജനം, എള്ളുതിരി കത്തിക്കൽ എന്നിവയും വനദുർഗയ്ക്ക് കടുംപായസം, സ്വയംവര പുഷ്പാഞ്ജലി എന്നിവയും ബ്രഹ്മരക്ഷസിന് പാൽപായസവും പ്രധാന വഴിപാടുകളാണ്. നാഗരാജാവ്, നാഗയക്ഷി, ആദിശേഷൻ എന്നിവർക്ക് ആയില്യം നാളിൽ മാത്രമേ പൂജകൾ പതിവുള്ളൂ. ക്ഷേത്ര മതിലിന് പുറത്ത് തെക്ക് ഭാഗത്തായി ഖണ്ഡാകർണ സ്വാമിയെയും കുടിയിരുത്തിയിട്ടുണ്ട്. അലങ്കാരപ്രിയനാണ് ശ്രീ വാസുദേവപുരത്തപ്പൻ. ദിവസവും രാവിലെ നട തുറന്നാൽ അഭിഷേകം, മലര് നിവേദ്യം എന്നിവയ്ക്ക് ശേഷം മുഖച്ചാർത്തും അലങ്കാരങ്ങളും നടത്തിവരുന്നു. ശ്രീ വാസുദേവപുരത്തപ്പന് മുഖച്ചാർത്ത് വഴിപാടായി നടത്തുന്നത് അഭീഷ്ടസിദ്ധിദായകമായി കരുതപ്പെടുന്നു. ലക്ഷ്മി ദേവിക്ക് നെയ്വിളക്കാണ് തെളിയിക്കുന്നത്. ശ്രീ വാസുദേവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അതിപ്രധാനമായ ഒരു വഴിപാടാണ് താംബൂല സമർപ്പണം. വൈശാഖ മാസത്തിലെ അക്ഷയ തൃതീയ നാൾ മുതൽ 8 ദിവസം അദൃശ്യരൂപിയായ ശ്രീ മഹാലക്ഷ്മി ദേവി അഷ്ടലക്ഷ്മി ഭാവത്തിൽ വാസുദേവപുരത്തപ്പനോട് ചേർന്ന് നിന്ന് ഭക്തർക്ക് ദർശനം, സൗഭാഗ്യവും അനുഗ്രഹ ആശീസ്സുകളും നൽകുന്നു. ഈ 8 ദിവസം മാത്രം നടത്തപ്പെടുന്ന അത്യപൂർവമായ ഒരു അനുഷ്ഠാന കർമ്മമാണ് താംബൂല സമർപ്പണം. വൈശാഖ മാസത്തിലെ അക്ഷയ തൃതീയ നാൾ മുതൽ 8 നാൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ ക്ഷേത്ര ദർശനത്തിന് അതിവിശേഷമായി കരുതപ്പെടുന്നു.
ശ്രീ വാസുദേവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം പറഞ്ഞു കേൾക്കുന്നത് ഇങ്ങനെയാണ്. ഉഗ്രപ്രതാപിയായ ശ്രീ പരശുരാമ മഹർഷി ശ്രീ വാസുദേവപുരം ക്ഷേത്രത്തിൽ ശ്രീ മഹാലക്ഷ്മി സമേതനായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ നടത്തിയ ശേഷം ക്ഷേത്രഭരണം തദ്ദേശീയരായ ചില ബ്രാഹ്മണരെ ഏൽപ്പിച്ചു. ലക്ഷ്മി സമേതനായ വാസുദേവപുരത്തപ്പൻ്റെ അനുഗ്രഹത്താൽ ബ്രാഹ്മണർക്ക് അളവറ്റ ഐശ്വര്യവും പ്രാപ്തിയുണ്ടാവുകയും നാട് മുഴുവനും അഭിവൃദ്ധിപ്പെടുകയും ചെയ്തു. അളവറ്റ സമ്പൽ സമൃദ്ധി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളിലുള്ളവരെ അഹങ്കാരികളാക്കി മാറ്റുകയും ക്രമേണ ക്ഷേത്രകാര്യങ്ങളിൽ അവർ ഉദാസീനരാവുകയും ചെയ്തു. തന്മൂലം നാട് മുഴുവൻ പ്രതാപ ഐശ്വര്യങ്ങൾ നഷ്ടപ്പെട്ട് ദാരിദ്ര്യത്താൽ കഷ്ടപ്പെടാൻ തുടങ്ങി. ക്ഷേത്രം ക്രമേണ നാശോന്മുഖമായി തീർന്നു. ഏറെ കാലത്തിനു ശേഷം ഒരു അശ്വിനി മാസ പൗർണമിയിൽ ക്ഷേത്രത്തിലെത്തിയ വില്വമംഗലം സ്വാമിയാർ മഹാവിഷ്ണുവിൻ്റെ പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മഹാലക്ഷ്മിയെ കാണുകയും ലക്ഷ്മി സാന്നിധ്യം ഉണ്ടായിട്ട് പോലും ക്ഷേത്രവും നാടും ഐശ്വര്യഹീനമായിരിക്കുന്നതിൻ്റെ കാരണം ദേവിയോട് തന്നെ ആരായുകയും ചെയ്തു. ക്ഷേത്രേശന്മാരോ മറ്റ് ഭക്തജനങ്ങളോ ഭഗവത് കാര്യങ്ങളിൽ അല്പവും താൽപ്പര്യം കാണിക്കാത്തതുകൊണ്ട് സദാസമയവും താൻ തന്നെ ഭഗവാനെ പരിചരിക്കുകയാണെന്നും അതിനാൽ മറ്റ് കാര്യങ്ങളും ക്ഷേത്രത്തിൽ വരുന്നവരെയോ ശ്രദ്ധിക്കുവാൻ തനിക്ക് സമയം ലഭിക്കുന്നില്ല എന്നും ദേവി വില്ലുമംഗലം സ്വാമിയാരോട് പറഞ്ഞു. ദുരിതമോചനത്തിനും ഐശ്വര്യലബ്ധിക്കുമായി ക്ഷേത്രത്തിൽ വന്നു പ്രാർത്ഥിക്കുന്നവർക്ക് സങ്കടനിവൃത്തി ലഭിച്ചില്ലെങ്കിൽ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ വരാതാവുമെന്നും ലോകം അധർമ്മികളെ കൊണ്ട് നിറയുമെന്നും വില്ലുമംഗലം ദേവിയോട് പറഞ്ഞു. അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിനും ഭക്തജനങ്ങളിൽ ഭക്തിഭാവം വളർത്തുന്നതിനുമായി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളുടെ കാര്യം കൂടി ദേവി ശ്രദ്ധിക്കണമെന്നും വില്ലുമംഗലം സ്വാമി ദേവിയോട് അപേക്ഷിച്ചു. വില്ലുമംഗലത്തിൻ്റെ പ്രാർത്ഥന ശ്രവിച്ച ദേവി വർഷത്തിലൊരിക്കൽ ഭഗവാനോടൊപ്പം ദർശനം നൽകാമെന്ന് അരുളി ചെയ്തു. എന്നാൽ വില്ലുമംഗലം ഈ മറുപടിയിൽ സംതൃപ്തനായില്ല. ഭക്തജനങ്ങൾക്ക് കേവലം ഐഹികമായ സമ്പത്ത് ലഭിച്ചതുകൊണ്ട് മാത്രമായില്ലെന്ന് എന്നും ആരോഗ്യം, ദീർഘായുസ്, മംഗല്യപ്രാപ്തി, സന്താനഭാഗ്യം, സൽകീർത്തി, വിദ്യാവിജയം എന്നിങ്ങനെയുള്ള സകലവിധ ഐശ്വര്യങ്ങളും കാക്ഷിച്ചാണ് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തിച്ചേരുന്നതെന്നും ഭക്തിപൂർവം ശ്രീ വാസുദേവപുരത്തപ്പനെയും ശ്രീ മഹാലക്ഷ്മി ദേവിയെയും ഭജിക്കുന്നവർക്ക് അഷ്ടൈശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കണമെന്നും വില്ലുമംഗലം അപേക്ഷിച്ചു. പരമഭക്തനായ വില്ലുമംഗലം സ്വാമികളുടെ അപേക്ഷ ദേവി കൈക്കൊള്ളുകയും വൈശാഖമാസത്തിലെ അക്ഷയ തൃതീയ നാൾ മുതൽ 8 ദിവസം അഷ്ടലക്ഷ്മി ഭാവത്തിൽ അഷ്ടൈശ്വര്യപ്രദായികയായി ഭഗവാനോടൊപ്പം ഭക്തർക്ക് ദർശനമരുളാമെന്ന് ദേവി വില്ലുമംഗലം സ്വാമികളോട് സമ്മതിക്കുകയും ചെയ്തു. ആ ദിവസങ്ങളിൽ തിരുമുൽക്കാഴ്ചയായി താമ്പൂലം, ശ്ലഷ്ണകം, ദ്രവ്യം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധി കൈവരുമെന്നും അരുൾ ചെയ്ത് ദേവി അന്തർദാനം ചെയ്തു. അതിനുശേഷമാണ് താമ്പൂല സമർപ്പണമെന്ന അനുഷ്ഠാനം കർമ്മം ഈ ക്ഷേത്രത്തിൽ ആരംഭിച്ചത്. താമ്പൂല സമർപ്പണത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന പ്രധാനപ്പെട്ട വഴിപാടുകളാണ് പട്ടും വാൽക്കണ്ണാടി സമർപ്പണവും. പട്ടും വാൽക്കണ്ണാടിയും തിരുനടയിൽ സമർപ്പിക്കുന്നത് ഈ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട വഴിപാടാണ്. മഞ്ഞപ്പട്ട് മഹാവിഷ്ണുവിനും വെള്ളപ്പട്ട് വാൽക്കണ്ണാടിയും മഹാലക്ഷ്മിക്കും സങ്കല്പിച്ചാണ് സമർപ്പിക്കുന്നത്. മറ്റൊരു വഴിപാടാണ് അരി മഞ്ഞൾപ്പറ. ഇതിനെ മംഗല്യപ്പറ എന്നും അറിയപ്പെടുന്നു. മഹാലക്ഷ്മി വില്ലുമംഗലം സ്വാമികൾക്ക് ദർശനം നൽകിയ ക്ഷേത്രത്തിലെ പ്രത്യേക സ്ഥലത്ത് അരി മഹാവിഷ്ണു ഭഗവാനും മഞ്ഞൾ മഹാലക്ഷ്മി ദേവിക്കും സമർപ്പിക്കുന്നതായി അഭീഷ്ട പ്രാർത്ഥനയോടും മന്ത്രോച്ചാരണത്തോടും കൂടിയാണ് പറനിറക്കുന്നത്. പറനിറക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതായ മന്ത്രം പുരോഹിതന്മാർ ചൊല്ലിത്തരുന്നതാണ്. ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയുള്ള ഒരു വഴിപാടാണിത്. പ്രസാദമായി ലഭിക്കുന്ന അരി വീട്ടിലെ ധാന്യപാത്രത്തിൽ നിക്ഷേപിക്കുന്നതും മഞ്ഞൾ അരച്ച് കുറി തൊടുന്നതും വളരെ അഭികാമ്യമായി പറയപ്പെടുന്നു. പുരുഷന്മാരും വിധവകളായ സ്ത്രീകളും ഈ പറ നിറക്കുവാൻ പാടില്ല എന്നതാണ് വിശ്വാസം. ഉദാത്തവും ഭക്തിനിർഭരവുമായ സങ്കല്പവും
വിശ്വാസവുമാണ് ഈ വഴിപാടിന് അടിസ്ഥാനമായിട്ടുള്ളത്. സാധാരണ ദിവസങ്ങളിൽ മഹാലക്ഷ്മി മഹാവിഷ്ണുവിൻ്റെ പരിചരണത്തിലാണ് ബദ്ധശ്രദ്ധയായിരിക്കുന്നത്. എന്നാൽ ദേവി സർവാഭീഷ്ടപ്രദായിനിയായി ഭഗവാനോടൊപ്പം ദർശനമരുളുന്ന അക്ഷയ തൃതീയ നാൾ മുതൽ 8 ദിവസങ്ങളിൽ ഭഗവാന് അമൃതത്തിനുള്ള അരിയും ദേവിക്ക് അണിയുവാനുള്ള മഞ്ഞളും ദാസിമാർ ഒരുക്കിക്കൊടുക്കുന്നു എന്ന സങ്കല്പത്തിലാണ് പറനിറയ്ക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ച് പറനിറച്ച് ഒട്ടേറെ ഭക്തജനങ്ങൾക്ക് അനുയോജ്യമായ വിവാഹങ്ങൾ നടന്നതായും സന്താനഭാഗ്യം ഉണ്ടായതായും ഭക്തജനങ്ങൾ അവകാശപ്പെടുന്നു. ദീർഘമംഗല്യഭാഗ്യം, സന്താനഭാഗ്യം, ഐശ്വര്യപ്രാപ്തി എന്നിവയാണ് ഈ പറനിറയ്ക്കുന്നതിലൂടെ ഭക്തർക്ക് കൈവരുന്ന ഐശ്വര്യങ്ങൾ. ഈ ദിവസങ്ങളിൽ ഭക്തർക്ക് മറ്റു പറകളും നിറയ്ക്കാവുന്നതാണ്. അവയെല്ലാം തന്നെ ബലിക്കൽ പുരയുടെ പുറത്തു വെച്ചാണ് നിറയ്ക്കുന്നത്. അരി, മഞ്ഞൾ പറയല്ലാതെയുള്ള മറ്റു പറകൾ വലിയമ്പലത്തിൽ നിറയ്ക്കുവാൻ പാടുള്ളതല്ല എന്നാണ് പറയുന്നത്. സാധാരണ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് ഇടത്തുപുറത്ത് നിവേദ്യം, മൂന്നുരുളി നിവേദ്യം എന്നിവ. ഇടത്തുപുറത്ത് നിവേദ്യം നടത്തുന്നത് സന്താനലബ്ധി, സന്താന ശ്രേയസ് എന്നീ അനുഗ്രഹങ്ങൾക്കാണ്. അക്ഷയ തൃതീയ നാളിൽ ഈ വഴിപാട് നടത്തുന്നതും 7, 11, 12, 41 ദിവസങ്ങളിലും 7 വ്യാഴാഴ്ചകളിലോ തുടർച്ചയായി നടത്തുന്നതും കൂടുതൽ ഫലസിദ്ധി ഉണ്ടാവുമെന്നും പറയപ്പെടുന്നു. മൂന്നുരുളി നിവേദ്യം മുൻകൂട്ടി ബുക്ക് ചെയ്തു മാത്രം നടത്താവുന്ന ഒരു പ്രധാന വഴിപാടാണ്. സ്വർണം, വെള്ളി, ഓട് എന്നിവയാൽ നിർമ്മിച്ച 3 ഉരുളികളിൽ യഥാക്രമം കദളിപ്പഴം കൊണ്ടുള്ള ത്രിമധുരം, പാൽപ്പായസം, അപ്പം എന്നിവ പൂജയുടെ 3 ഘട്ടങ്ങളിലായി നിവേദിക്കുന്നു. മംഗല്യസിദ്ധി, സന്താനലാഭം, ഐശ്വര്യപ്രാപ്തി തുടങ്ങിയവയ്ക്കാണ് പ്രധാനമായും ഈ വഴിപാട് നടത്തുന്നത്. അശ്വിനി മാസത്തിലെ പൗർണമി നാളിൽ ഈ ക്ഷേത്രത്തിൽ നടത്തുന്ന മഹാലക്ഷ്മി പൂജ വളരെയേറെ ഭക്തിനിർഭരമായ ചടങ്ങാണ്. മഹാലക്ഷ്മി വില്വമംഗലത്തിന് ദർശനമരുളിയത് അശ്വിനി മാസത്തിലെ പൗർണമി നാളിലാണ്. അന്ന് പ്രഭാതത്തിൽ മഹാലക്ഷ്മി പൂജ ആരംഭിക്കുന്നു. കനകധാരാ സ്തോത്രം, ലക്ഷ്മി സഹസ്രനാമ സ്തോത്രം, മഹാലക്ഷ്മി അഷ്ടകം, ലക്ഷ്മി ഗായത്രി എന്നിവ ചൊല്ലി താമര, തുളസി എന്നീ പുഷ്പങ്ങളാൽ ലക്ഷ്മി ദേവിക്ക് അർച്ചന നടത്തുന്നു. പായസം, അപ്പം, അട എന്നിവയാണ് മറ്റു പ്രധാന നിവേദ്യങ്ങൾ. ഉദയത്തിന് മുൻപ് ആരംഭിക്കുന്ന പൂജ മധ്യാഹ്നം വരെ തുടരുന്നു. വൈകിട്ട് പുനരാരംഭിക്കുന്ന പൂജ ചന്ദ്രോദയത്തിന് ശേഷം 7 നാഴിക കഴിഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ദിവസം ക്ഷേത്രദർശനം നടത്തുന്നതും അർച്ചനകൾ ചെയ്യുന്നതും ദാരിദ്ര്യ ദുഃഖ നിവാരണത്തിനും ഐശ്വര്യപ്രാപ്തിക്കും അതീവ ഫലപ്രദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മഹാലക്ഷ്മി വില്വമംഗല സ്വാമികൾക്ക് ദർശനമരുളിയ ക്ഷേത്രത്തിലെ വടക്കേ വലിയമ്പലത്തിൽ വെച്ചാണ് ഈ പൂജ നടത്തുന്നത്. ക്ഷേത്രത്തിൻ്റെ പുരോഭാഗത്ത് പരിലസിക്കുന്ന അശ്വത്ഥവൃക്ഷത്തെ വന്ദിക്കുന്നത് ഐശ്വര്യദായകമായി കരുതപ്പെടുന്നു. വൈദിക വിധിപ്രകാരമുള്ള ഷോഡശക്രിയകളിൽ പ്രതിഷ്ഠാപനം മുതൽ വിവാഹം വരെയുള്ളവ ചെയ്ത് പരിപാലിച്ചു വരുന്ന അരയാൽ വൃക്ഷത്തിന് അശ്വത്ഥനാരായണൻ എന്നു പറയുന്നു. ആൽവൃക്ഷം മഹാവിഷ്ണുവായും ആര്യവേപ്പ് മഹാലക്ഷ്മി ദേവിയായും സങ്കല്പിച്ചാണ് വിവാഹകർമ്മം നടത്തുന്നത്. ഇപ്രകാരം പരിപാലിച്ചു വരുന്ന അശ്വത്ഥവൃക്ഷം ക്ഷേത്ര പരിസരത്ത് പരിചരിക്കുന്നു. ഇവിടെ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ദീർഘമംഗല്യത്തിന് ഉത്തമമാണ്. വ്യത്യസ്തങ്ങളായ ആചാര അനുഷ്ഠാനങ്ങളിൽ ശ്രീ വാസുദേവപുരം ക്ഷേത്രം ഇതര വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ നിന്നും ഭിന്നമായ ഒരു സ്ഥാനമറിയിക്കുന്നു. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ആശ്രിത വത്സലനായ അഷ്ടൈശ്വര്യപ്രദായകനായ ശ്രീ മഹാലക്ഷ്മി സമേതനായ ശ്രീ വാസുദേവപുരത്തപ്പൻ്റെ അനുഗ്രഹം ഏവർക്കും പ്രാപ്തമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക.